ചെമ്പനീർ പൂവ് പുത്തൻ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ രേവതി ആ ഒരു പലിശക്കാരൻ്റെ അടുത്ത് പോയി കുറേ കെഞ്ചുന്നുണ്ട്. പക്ഷേ പലിശക്കാരൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. പലിശക്കാരൻ നമ്മുടെ രേവതി പറയുന്നത് എന്താണെന്ന് പോലും കൂസാതെ അങ്ങോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ പുറത്തിറങ്ങുമ്പോൾ ആ ഒരു നമ്മുടെ പലിശക്കാരൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണുണ്ടാവട്ടെ. ആ പെണ്ണ് പറയും, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, മുതലാളി വീട്ടിൽ ചെന്നൊന്ന് കണ്ടു നോക്കുക. കാരണം മുതലാളി ഓഫീസിലെ പോലെയല്ല വീട്ടിൽ, കുറച്ചുകൂടെ മനസാക്ഷിയുള്ളൊരു സ്വഭാവമാണ് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിന് കാർ തിരികെ കിട്ടിയിരിക്കും എന്നൊക്കെ നമ്മുടെ ആ ഒരു പെണ്ണ് പറയുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ രേവതി പോകും കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ അച്ഛൻ നമ്മുടെ രവീന്ദ്രൻ ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ രേവതി പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ കുറച്ച് വൈകും, അപ്പോൾ ഫുഡൊക്കെ എടുത്ത് കഴിച്ചോളണം എന്ന് പറയുന്നുണ്ട്. രേവതി അടുത്ത് വിളിച്ചും അന്വേഷിക്കുന്നുണ്ട്, അച്ഛൻ ഫുഡ് കഴിച്ചോ എന്നൊക്കെ വിളിച്ചും അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ അച്ഛൻ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവിടെ സാമ്പാർ പാത്രം തുറന്നിരിക്കുമായിരിക്കും കേട്ടോ, ബാക്കിയൊക്കെ അടഞ്ഞിരിക്കുമായിരിക്കും. അത് നമ്മുടെ ചന്ദ്ര ആ ഒരു ഇഡ്ഡലിയും സാമ്പാറൊക്കെ തിന്നപ്പോൾ ആ ഒരു സാമ്പാറിൻ്റെ പാത്രം തുറന്നിട്ട് പിന്നെ അടയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ അച്ഛൻ വേഗം തന്നെ ഇതെന്താ തുറന്നു വെച്ചിരിക്കുന്നത്. പക്ഷേ അച്ഛൻ കറികളൊക്കെ എടുത്തിട്ട് ചോറിനാൻ വേണ്ടി മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് സച്ചി ബെല്ലടിക്കും കേട്ടോ. അപ്പോൾ സച്ചി പറയും, അച്ഛൻ കഴിച്ചോ എന്ന് ചോദിക്കും. ഇല്ല ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ രേവതിയൊക്കെ എന്തേ അമ്മയൊക്കെ എന്തെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് രേവതി അമ്മയുടെ കൂടെ പൂവട്ടാൻ പോയി, ചന്ദ്രയാണെങ്കിൽ ബാമയുടെ കൂടെ ഒന്ന് പുറത്ത് പോയിക്കോളെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി എന്നാൽ ഞാനും ഭക്ഷണം കഴിക്കാം അച്ഛൻ്റെ ഒപ്പം എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ആ ഒരു സാമ്പാറിൽ നിന്നും ഒരു പല്ലി ചത്ത് കിടക്കുന്ന ഒരു ഇതാട്ടോ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ സച്ചി ഇങ്ങനെ കറക്റ്റായിട്ട് കോരുമ്പോൾ ആ പല്ലിയായിരിക്കും കിട്ടുന്നത്. സച്ചി വേഗം തന്നെ വന്ന് നമ്മുടെ അച്ഛൻ ഇങ്ങനെ കഴിക്കാൻ വായിലോട്ട് ഇങ്ങനെ വെക്കാൻ പോകുന്നൊരു നിമിഷമായിരിക്കും, വേഗം തന്നെ തട്ടിക്കളയുന്നുണ്ട് കേട്ടോ ചോറും. അതിനുശേഷം ഇങ്ങനെ അച്ഛൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്, അച്ഛൻ ഇത് കണ്ടില്ലേ പല്ലി, എന്തൊരു കഷ്ടമാണ് ഇതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ചന്ദ്ര കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സച്ചി ആദ്യം ചന്ദ്രയുടെ മെക്കിട്ട് കയറുന്നുണ്ട്, നിങ്ങളിത് എവിടെ പോയി കിടക്കുമായിരുന്നു, അച്ഛന് ഞാനിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാനേ, വീണ്ടും സംഭവിച്ചാനേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രയുടെ അടുത്ത് ഇങ്ങനെ നമ്മുടെ സച്ചി ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രേവതി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്രയ്ക്ക് മനസ്സിലായി താനാണ് സാമ്പാർ എടുത്തിട്ട് മൂടി വയ്ക്കാൻ മറന്നുപോയി, അപ്പോൾ പറ്റിയതാണെന്ന് നമ്മുടെ ചന്ദ്രയ്ക്ക് പിടികിട്ടിട്ടുണ്ട് കേട്ടോ കാര്യം. നമ്മുടെ ബാമയ്ക്കും മനസ്സിലായി. പക്ഷേ ചന്ദ്ര ഇതൊന്നും തുറന്നു പറയുന്നില്ല കേട്ടോ. ചന്ദ്ര നമ്മുടെ രേവതി അതിനുശേഷം നമ്മുടെ രേവതി വരുമ്പോൾ വേഗം തന്നെ രേവതിയുടെ മെക്കിട്ട് കയറുവാട്ടോ. നീ എന്തൊന്നാണ് ഈ ഉണ്ടാക്കണേ, ഞങ്ങളെയൊക്കെ കൊല്ലാൻ വേണ്ടി നീ പല്ലീനെ പിടിച്ചിട്ടാണോ നീ സാമ്പാർ ഉണ്ടാക്കുന്നത്, നിനക്ക് പാത്രം അടച്ചു വയ്ക്കാൻ അറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്ര നേരെ ആ ഒരു കാര്യം നമ്മുടെ രേവതിയുടെ തലയിലോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇല്ല ഞാൻ ഒരിക്കലും മൂടാതെ വെക്കാറില്ല, ഒരു ഭക്ഷണ സാധനങ്ങളും ഞാൻ മൂടാതെ വെക്കാറില്ല, എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ വീഴുമെന്ന്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല, ഇവിടെ വേറെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ രേവതി കട്ട ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ആകെ പതുങ്ങി നിൽക്കുന്നൊരു രംഗത്തിലായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും അല്ലേ, ഇനി നമ്മുടെ ആ ഒരു കുറ്റവും നമ്മുടെ ചന്ദ്ര നേരെ രേവതിയുടെ തലയിൽ ഇടുമോ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സത്യാവസ്ഥ നമ്മുടെ സച്ചിയും നമ്മുടെ അച്ഛനും രേവതിയൊക്കെ മനസ്സിലാക്കുമോ, ചന്ദ്രയുടെ കയ്യിൽ നിന്നാണ് ഈ ഒരു അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കുമോ അല്ലേ. അപ്പോൾ എന്തായാലും കാത്തിരുന്നതിനെ കാണും. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.